ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. സാറ്റർഡേ ഈവനിങ് യൂഷ്വൽ റൊട്ടീൻ തന്നെ വൈഫിനെ കൊണ്ടുവരാൻ പോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി എന്താ പറയുക, സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് അപ്പോൾ വൈഫ് എത്തി. അപ്പോൾ വൈഫ് പറഞ്ഞു ഇന്നലെയാണെങ്കിൽ അവർ ഒരു ബീഫ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ റോയൽ കിച്ചണിൽ നിന്ന് മേടിച്ചു വന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ സിസ്റ്ററും കൊച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് നമ്മളുടെ ചാലക്കുടിയിലെ ഏറ്റവും ടേസ്റ്റി പിസ്സ എന്ന് പറയുന്ന ആ പിസ്സ മേടിച്ച് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ യൂഷ്വലി ഞങ്ങൾ മീഡിയം പിസ്സയാണ് എടുക്കാറ്. ഈ പ്രാവശ്യം ഞങ്ങൾ ലാർജാണ് എടുക്കുന്നത്. അപ്പോൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എപ്പോൾ വരുമ്പോഴും അത്ര അധികം തിരക്കൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഒരു 2 to 3 കസ്റ്റമേഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പിസ്സയുടെ ടേസ്റ്റും കാര്യങ്ങളും ബാക്കി ആൾക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിസ്സ ഫാൻസ് ഇച്ചിരി കുറവാണ് ചാലക്കുടിയിൽ നിന്ന് തോന്നുന്നു. ഡൊമിനോസും പിസ്സ ഹട്ടിലുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പിസ്സ കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു പിസ്സയാണ്. ഡൊമിനോസിൻ്റെയും നമ്മളുടെ പിസ്സ ഹട്ടിൻ്റെയൊക്കെ ഒപ്പം പിടിച്ച് വെക്കുന്ന ഒരു പിസ്സയാണ്. വീട്ടിൽ വന്ന് വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സിസ്റ്റർ കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. കാണാൻ അത്യാവശ്യം ഭംഗി വേണം വ്ളോഗ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പിസ്സ അവളോട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവളാണല്ലോ ആദ്യമായിട്ട് കാണുന്നത് ഇത്. ഞാനും വൈഫും അമ്മയും മുന്നേ ഈ പിസ്സ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ ഒരു ഒപ്പീനിയനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ എക്സൈറ്റഡ് മമ്മീന്റെ മുഖം കണ്ടിട്ട് ആദ്യമായിട്ട് കാണാൻ പോലെ ഉണ്ടല്ലോ. ഇവിടെ എല്ലാരും കഴിച്ചു. ഞാൻ ഫുള്ള് കണ്ടിട്ടില്ലല്ലോ. ഫുള്ള് കണ്ടിട്ടില്ല. ഞങ്ങൾ കൊണ്ടുവരുന്ന ഓരോ പീസ് കണ്ടിട്ടുള്ളൂ. അത് ലാസ്റ്റ് ഇടാം. ഇത് വലുതാണ്. ആദ്യം അല്ല, നീ ഒരു പീസ് എടുത്ത് കഴിക്കടി. ഇതൊക്കെ വേണ്ട, എനിക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ. Like it? Super. Really like it? നിങ്ങളവിടെ ഇതിനേക്കാളും നല്ല കിട്ടും. വീട്ടിൽ മൊത്തം ഫാമിലി ഒത്തുകൂടുമ്പോൾ അവരുടെ കൂടെ കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം. പക്ഷേ എൻ്റെ നല്ല സ്ട്രിക്റ്റ് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കിയ നമ്മളുടെ ഓറഞ്ച് ജ്യൂസാണിത്. അപ്പോൾ വീട്ടിൽ തന്നെ ഓറഞ്ച് ജ്യൂസ് നമ്മളുടെ ബ്ലെൻഡറിലിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ബ്ലെൻഡർ എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയ ഒരു ബ്ലെൻഡറാണ്. അപ്പോൾ അതിലാണ് മെയിൻ ഇപ്പോൾ ജ്യൂസ് അടിയും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഗ്രീൻ പീസ് ബോയിൽ ചെയ്തതും പിന്നെ കുറച്ച് കുക്കുംബർ കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ഈ പിസ്സ തിന്നണ കണ്ട് കൊതിയായിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയ കിണ്ണത്തപ്പമാണ് പിസ്സ പോലെ എടുത്ത് തിന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.